ദിവസമായി നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ദൈവദിന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം എന്റെ 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ഞാൻ അധികാരം കൊടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സുപരിചിതമായത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നു. വേദപുസ്തകം വളരെ ആവശ്യത്തോടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതുമായ ഒരു വചനമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർ ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു എന്നുള്ളത്. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ നാം നോക്കിപ്പോയാൽ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇസ്രായേൽ ജാതി അവനെ കൈക്കൊള്ളുന്നത് കൊണ്ട്, ഹല്ലേലൂയ, അവനെ കൈക്കൊള്ളുവാനുള്ള അവകാശം ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, ഏവർക്കും കൊടുത്തു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എന്ന പ്രയോഗം ഈ പുസ്തകത്തിൽ പല പ്രാവശ്യം എടുത്തു പറയുന്നതായിട്ട് കാണാൻ. അവനിൽ വിശ്വസിച്ചാശ്രയിക്കാൻ നാം മുമ്പോട്ട് വരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിശ്വാസ ജീവിതം നയിച്ച് കർത്താവായ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവസന്നിധി നാം ഉറപ്പോടെ നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മകനായി മാറാൻ, ദൈവത്തിന്റെ മകളായി മാറാൻ ദൈവം അവസരം തരികയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ നമ്മളൊരു അപ്പനും അമ്മയ്ക്കും ജനിച്ചു എങ്കിലും വീണ്ടും ജനനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. രക്തം ചെയ്യും. അപ്പോൾ വളരെ ആവശ്യത്തോടെ ദൈവവചനം പറയുന്നു, നിങ്ങൾ ദൈവ മക്കളായി മാറണം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ മക്കളായി മാറാതെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഈ അവകാശവാദത്തോടെയാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഇത് ദൈവാത്മാവ് നമ്മോട് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സംസാരിച്ച ദൈവവചനങ്ങളാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യവും പദവിയും അധികാരവും എല്ലാം നമുക്ക് വളരെ ശ്രേഷ്ഠതയാണ്, ശ്രേഷ്ഠത നിറഞ്ഞതാണ്. ഹല്ലേലൂയ. അത് എത്ര വലിയതാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. മാത്രമല്ല, ദൈവമക്കൾ എന്ന് പറയുമ്പോൾ അതിന്റെ വില നാം മനസ്സിലാക്കണം. നാം ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വളരെ അഭിമാനിക്കുവാനുണ്ട്. സ്തോത്രം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ബന്ധത്തിൽ തന്നെ നാം ഉറച്ചിരിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനായി മകളായി കഴിയുമ്പോൾ ജീവിതത്തിൽ അന്ത്യത്തോളം ആ ഉറപ്പിൽ നിൽക്കണം. അതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കരുത്, മാറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പ്രലോഭനങ്ങളും മോഹങ്ങളും വാക്തത്വങ്ങളും നിങ്ങൾക്ക് വന്നേക്കാം. നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ അനേക ശക്തികൾ വന്നേക്കാം. പക്ഷെ ആരെല്ലാം നിങ്ങൾക്കെതിരെ എന്തെല്ലാം ആലോചന പറഞ്ഞാലും എന്തെല്ലാം തന്ത്രങ്ങൾ വരഞ്ഞാലും നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനാകാൻ, മകളാകാൻ ദൈവം അധികാരം തന്ന് നിങ്ങൾ ദൈവത്തിന്റെ മകനായി മകളായി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത സമാധാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ മക്കളായി മാറുമ്പോൾ നിങ്ങൾക്ക് ലോകപ്രകാരമുള്ള സമാധാനമാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ദൈവ മകനായി മാറുമ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന സ്വർഗീയ സമാധാനമാണ്. ഹല്ലേലൂയ. ലോകത്തിലുള്ള സമാധാനം കൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അത് താൽക്കാലികമാണ്, അത് ശാശ്വതമല്ല. എന്നാൽ ദൈവം തരുന്ന സമാധാനം എന്ന് പറയുന്നത് അത് ശാശ്വതമാണ്, ദൈവികമാണ്, അത് നിത്യമായതാണ്. രക്തം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനവധി ആളുകളിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടുവിൽ കടന്നുപോയ അനവധി ആളുകളും കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് ദൈവനാമത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ മകനായി മകളായി കഴിഞ്ഞപ്പോൾ അവർ അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം അവർക്ക് കിട്ടിയെന്ന് അവർ സാക്ഷ്യം രേഖപ്പെടുത്തുന്നത്. നമ്മളൊക്കെ ആ കൂട്ടത്തിലുള്ളവരാണ്. അതിന്റെ ഏരിയ രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക സമാധാനം വേണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മകനായി മകളായി മാറണം. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് തരുന്ന വലിയ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ അനുഭവം.
ദൈവത്തിന്റെ മക്കൾക്ക് സ്വർഗത്തിലെ സകല അധികാരവും സകല അവകാശവും ഉണ്ട്. അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനാൽ ദൈവം നമ്മെ നിറയ്ക്കുക. രക്തം ചെയ്യാം. എല്ലാ നിലയിലും നാം ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ഉറപ്പോടെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, വിശുദ്ധിയുടെ പ്രമാണത്തിൽ ഉറച്ചു നിന്ന് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ, രക്തം ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉയർച്ചകൾ തന്നെ വരും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അനുദിനം ഉയർച്ചകൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. താഴ്ചയിൽ കിടക്കുന്നതിന്റെ ജീവിതത്തെ ഉയർത്തിയെടുക്കുവാൻ, പരാജയത്തിൽ കിടക്കുന്നതിന്റെ ജീവിതത്തെ പണിതെടുക്കുവാൻ നിനക്ക് സ്വന്തമായി കഴിയില്ല. നിന്റെ നന്മകൾ കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പ്രാപ്തി കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ കഴിയില്ല. എന്നാൽ നിന്റെ ജീവിതത്തെ നീ യേശുവിന് വിട്ടുകൊടുക്കുമ്പോൾ നിന്നിലുള്ള കഴിവുകളെല്ലാം ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ കർത്താവിനെ വിട്ടുകൊടുക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നീ വിട്ടുകൊടുക്കുമ്പോൾ, കർത്താവിനെ നീ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ നിന്റെ ഉള്ളിൽ നിനക്കുണ്ടായിരുന്ന കഴിവുകളെല്ലാം ദൈവം നിന്നിലൂടെ ഉപയോഗിക്കാൻ തുടങ്ങും. അത് നിന്റെ വളർച്ചയ്ക്ക് കാരണമായി മാറും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, ലോകപ്രകാരം ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ മാതാപിതാക്കൾ വളരെയധികം സന്തോഷം അനുഭവിക്കാറുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അതിലും അധികമായി ദീർഘകാലം കുഞ്ഞുങ്ങളില്ലാതിരുന്ന അവസ്ഥയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സന്തോഷത്തിന് അതിരുമില്ല. അതും നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ദീർഘകാലങ്ങൾ ഒരു കുഞ്ഞില്ലാതിരുന്നിട്ട് അവർക്കൊരു കുഞ്ഞു ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന അതിരില്ലാത്ത സന്തോഷവും നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച മാതാവ് തന്റെ വേദനയെല്ലാം മറന്ന് ഹല്ലേലൂയ കുഞ്ഞിനെ കാണുമ്പോൾ അവൾക്കുണ്ടാകുന്ന സന്തോഷം. ഹല്ലേലൂയ. 10 മാസം വയറ്റിൽ ചുമന്ന് കൊണ്ട് നടന്ന് ഹല്ലേലൂയ പ്രസവിച്ച മാതാവ് ആ പ്രസവവേദനയൊക്കെ മറന്നിട്ട് താൻ പ്രസവിച്ച കുഞ്ഞിനെ തന്റെ കൈകളിലെടുത്ത് താൻ കുഞ്ഞിനെ താലോലിക്കുമ്പോൾ, അതിന് ഉമ്മ കൊടുക്കുമ്പോൾ, അതിനെ പാലൂട്ടി വളർത്തുമ്പോൾ ആ മാതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വേദനകളെല്ലാം മറക്കുക. അത്രമാത്രം സന്തോഷമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ സ്നേഹം അനുഭവിക്കുവാൻ ഹല്ലേലൂയ അവർക്ക് കഴിയും. സ്തോത്രം. അപ്പം കുഞ്ഞിനെ വളർത്തി വലുതാക്കുവാനായി അവർ ഏത് ത്യാഗവും ഹല്ലേലൂയ സഹിപ്പാനും തയ്യാറാണ്. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഉന്നതമായ നിലയിൽ എത്തിക്കുവാൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ, സംരക്ഷണം കൊടുക്കുവാൻ, അച്ചടക്കത്തിലും ചിട്ടയിലും വളർത്തിയെടുക്കുവാൻ അവര് കുഞ്ഞിന്റെ മാതാപിതാക്കൾ വളരെ ഹല്ലേലൂയ അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നത് പോലെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, നീ ലോകത്തിൽ ജീവിച്ച ജീവിതത്തിൽ നിന്ന് നീ കർത്താവാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ, നീ ദൈവത്തിന്റെ മകനായി കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗം സന്തോഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് സന്തോഷിക്കുകയാണ്. അതിന് ശേഷമായി നിന്റെ ജീവിതത്തിൽ വീണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം തന്ന് നിന്റെ ജീവിതകാലം അനുഭവിക്കുവാനുള്ള സകലവും നിനക്ക് തന്നു നിറച്ച് ആമേൻ ദൈവം നിന്നെ എത്ര മനോഹരമായി നടത്തുമെന്ന് നീ തിരിച്ചറിയണം. രക്തം ചെയ്യാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നിറയ്ക്കും നിന്നെ. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നിന്നെ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. നിന്നെ നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ തുടങ്ങും. നിന്നെ നിന്റെ ജോലിയും ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. നിന്നെ നിന്റെ കൃഷിയെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. നിന്നെ നിന്റെ ബിസിനസിനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. നിന്റെ കടങ്ങളെ മാറ്റി, നിന്റെ രോഗങ്ങളെ മാറ്റി, നിന്റെ ശാപങ്ങളെ മാറ്റി, നിന്റെ ദുഃഖങ്ങളെ മാറ്റിയിട്ട് ദൈവം നിനക്ക് സന്തോഷത്തിന്റെ സുദിനങ്ങളാ തരാൻ പോകുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ഹല്ലേലൂയ ആ മാതാവിന്റെ ദുഃഖം മറന്നുപോയി ആ മാതാവ് വളരെ ആ കുഞ്ഞിൽ സന്തോഷിക്കുന്നത് പോലെ തന്നെ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, നിങ്ങൾ കർത്താവിന്റെ മകളായി ജനിക്കണമെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പ്ലാൻ മുഴുവൻ നിങ്ങൾ നിറവേറാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ കർത്താവിന്റെ മകളായി ജനിക്കണമെങ്കിൽ, കർത്താവിന്റെ മക്കളായി ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. വിശ്വാസികളായി അവനെ സ്വീകരിക്കുമ്പോഴാണ് ഹല്ലേലൂയ നിങ്ങൾ യഥാർത്ഥമായി നിങ്ങളുടെ പിതാവായി, നിങ്ങളുടെ രക്ഷകനായി, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി, ഹല്ലേലൂയ നിങ്ങളുടെ സൃഷ്ടാവായി നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുമ്പോഴാണ് ഹല്ലേലൂയ കർത്താവിന്റെ മക്കളാകുവാനുള്ള അധികാരം തരുന്നത്.
ഹല്ലേലൂയ. നിങ്ങൾ കേവലം ഒരു മനുഷ്യനാണ്, ലോകത്ത് ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ വിശ്വാസികളായി വിശ്വാസത്താൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളായി മാറുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമായി ഇതിനുവേണ്ടി അനേകർ പ്രസവവേദനയോടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിലുള്ള ജനം പാപത്തിൽ വീണ് കിടക്കുന്ന ജനം, ശാപത്തിൽ വീണ് കിടക്കുന്ന ജനം, അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന ജനം, മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും വീണ് കിടക്കുന്ന ജനം, ജഡിക ജീവിതത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ജനം, സാത്താന്റെ തന്ത്രങ്ങളിൽ സാത്താന്റെ ആരാധനയിൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ജനം, അവർ അതിൽ നിന്ന് പിടിപ്പിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി മാറാൻ വേണ്ടി, ദൈവത്തിന്റെ മക്കളായി ജനിക്കാൻ വേണ്ടി അനവധി ആളുകൾ പ്രസവവേദനപ്പെടുന്നത് പൗലോസ് പറയുക. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഹല്ലേലൂയ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിനകത്ത് ഹല്ലേലൂയ 4-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും ഹല്ലേലൂയ പ്രസവവേദനപ്പെടുന്നു. പൗലോസ് പറയാണ്, ക്രിസ്തു നിങ്ങൾ ഉരുവാകുന്നിടം വരെയും ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. അത് ഇന്ന് ലോകത്തിൽ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കൾ, ദൈവദാസന്മാർ അവർ അവിടെ എവിടെയായിരുന്ന് ഹല്ലേലൂയ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എന്തിനാണ്? പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന, ശാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന, കണ്ണുനീര് നിറയപ്പെട്ട് കിടക്കുന്ന ജനങ്ങളിൽ സാത്താന്റെ വഞ്ചനയിൽ വീണ ഭൂതത്തിനും ദുരാത്മാവിനും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം പ്രസവവേദനപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അവിടെ ഇവിടെയായി ഉള്ളത് കൊണ്ടാണ് എന്നെ കേൾക്കുന്ന സഹോദരൻ നീ ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം ജനമുണ്ട്. നിനക്ക് വേണ്ടി കണ്ണീരോടെ ഉപവസിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ക്രിസ്തു നിന്നിൽ ഉരുവാകാൻ വേണ്ടി, നീ ക്രിസ്തുവിൽ ജനിക്കാൻ വേണ്ടി, ക്രിസ്തു നിന്നിൽ ജനിക്കുവാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ടെന്ന് പൗലോസിന്റെ കാലഘട്ടത്തിൽ തന്നെ പൗലോസ് അത് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടിയിട്ടും വിട്ടുകൊടുക്കണം. ലോകത്തിനല്ല നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കേണ്ടത്, യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കണം. യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥമായി ദൈവിക സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്നുണ്ട്, കർത്താവിന്റെ കുടുംബത്തിൽ ജനിക്കേണ്ടതിന് ഹല്ലേലൂയ ഏകദേശം ഒരു 3 പടികൾ നമുക്ക് കാണാൻ കഴിയും. ദൈവരാജ്യത്തിൽ ഭവനത്തിന്റെ മക്കളായി ജനിക്കണമെങ്കിൽ നാം ചിലത് ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പുതിയതായി ജനിക്കണം. ആദ്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പുതിയതായി ജനിക്കുക. അതേക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് യേശുവിനോട് ചോദിക്കുക. ഹല്ലേലൂയ. ഈ നിക്കോദിമോസ് എന്ന് പറയുന്ന വ്യക്തി പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി ഇരുന്നവനാണ്. അവരാണ് കർത്താവാൻ യേശുക്രിസ്തുവിന്റെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നത്, വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണെന്ന്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ലോകത്തിൽ നിനക്ക് അറിവുണ്ട്, പരിജ്ഞാനമുണ്ട്, പാണ്ഡിത്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാ കഴിവുമുണ്ടെങ്കിലും വീണ്ടും ജനത്തെ കുറിച്ച് നിക്കോദിമോസിന് അറിയാതിരുന്നത് പോലെ നിനക്കും അറിയില്ല എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് വീണ്ടും ജനത്തെ കുറിച്ച് പുതിയതായി ജനിക്കണമെന്ന് ദൈവത്തിന്റെ ദാസന്മാർ നിന്നോട് പറയുമ്പോൾ അത് കേൾക്കുവാൻ നീ ചെവി കൊടുക്കുന്നെങ്കിൽ, അത് കേട്ട് നീ അനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് പുതിയ വഴിത്തിരിവുണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. വീണ്ടും ജനനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് അവൻ ചോദിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു, ഒരുത്തൻ മാനസാന്തരം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ ജനിക്കുന്നതിനെ കുറിച്ച് അവരോട് സംസാരിച്ചു. അതെ, പാപിയായ മനുഷ്യൻ, പാപത്താൽ ജീവിക്കുന്ന മനുഷ്യൻ, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവനെ കർത്താവായ യേശുക്രിസ്തു സ്നേഹിച്ച് ഹല്ലേലൂയ
ദൈവത്തിന്റെ മകനായി മകളായി മാറുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന അല്ലെങ്കിൽ മാനസാന്തരം, ആ മാനസാന്തരം അവനെ ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുക. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കണക്ക്, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധിക സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ 100 ആടുകളില് ഒന്ന് കാണാതെ പോയി. 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ആടിനെ തിരഞ്ഞു കൊണ്ടുവന്ന് അതിനെ തോളിലേറ്റി കൊണ്ടുവന്ന് അതിനെ രക്ഷിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. അവിടെയാണ് യേശു പറയുന്നത്, ഹല്ലേലൂയ, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധിക സന്തോഷം ഉണ്ടാകും. അത് എന്നെ കേൾക്കുന്ന പ്രശ്നഹിത, നീ മാനസാന്തരപ്പെടുമ്പോൾ, നീ കർത്താവിന്റെ മകനായി മാറുമ്പോൾ ദൈവരാജ്യം സന്തോഷിക്കുകയാണ്. സ്വർഗീയ ദൂതന്മാരും ഗരുവുകളും സാറാപ്പുകളും വിശുദ്ധന്മാരും സ്വർഗവും സന്തോഷിക്കുന്ന സമയമാണ്. അത് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്ന, കാലങ്ങളായി നീ കേട്ട സുവിശേഷത്തിന് മുമ്പാകെ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കാലങ്ങളായി നീ കേട്ട സുവിശേഷം ഒന്ന് അനുസരിക്കാൻ കഴിയുമോ? നിന്റെ പാപജീവിതം വിട്ട്, ശാപജീവിതം വിട്ട്, നിന്റെ ഈ ലോകജീവിതം വിട്ട് നീ കർത്താവിന്റെ മകനായി മകളായി മാറുമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ പരിശുദ്ധന്മാരെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ കഴിയും. നീ മാനസാന്തരപ്പെടുമ്പോൾ നീ മുഖാന്തരം സ്വർഗം സന്തോഷിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളെയും പറയട്ടെ, നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ അതിന്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ അതിന്റെ ഗുണം നിങ്ങളുടെ ദേശത്ത് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ മാനസാന്തരപ്പെടുന്ന ഗുണം നിങ്ങൾ ചെയ്യുന്ന ജോലി, ചെയ്യുന്ന പ്രസ്ഥാനത്തിലുണ്ടാകും. നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനത് ഉണ്ടാകും. നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ നിങ്ങളുടെ മക്കളിലേക്ക് എന്റെ അനുഭവം വരാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളിൽ തന്നെ ഒരു പുതിയ ജീവിതം തുടങ്ങും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിന്റെ വഴികളെ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ സമർപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. അപ്പൊ ഒന്നാമതായി എന്ത് ചെയ്യണം? പുതിയതായിട്ട് ജനിക്കണം. ഹല്ലേലൂയ. രണ്ടാമതായി പറയുന്നത് വെള്ളത്താലും ഉള്ള ജനനം, വെള്ളത്താലുള്ള ജനനം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സ്നാനമേൽക്കുമ്പോൾ വെള്ളത്തിലൂടെ അവൻ കടന്നു പോകുന്നു. അപ്പോൾ അവന്റെ പഴയ പാപങ്ങൾ, സ്വഭാവങ്ങൾ, ശത്രുശക്തികൾ എന്നിങ്ങനെയെല്ലാം അതിനകത്തൂടെ പരിഹരിക്കപ്പെടുന്നു. അത് വിശ്വസിക്കുന്നവൻ, മാനസാന്തരപ്പെടുന്നവൻ കർത്താവാൻ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന സ്നാനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ സ്നാനത്താൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷമൊക്കെ 16 വായിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. വിശ്വസിച്ച മാത്രം പോലെ സ്നാനമേറ്റ് ദൈവസഭയോട് ചേരണം, സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമാണ് വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നോഹയുടെ കാലത്ത് അക്രമം നിറഞ്ഞ ഭൂമിയെ കർത്താവ് ജലപ്രളയത്തിനാൽ അമേലയും മുക്കി. ഹല്ലേലൂയ, സ്തോത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ 8 പേര് രക്ഷപ്പെട്ടു നമ്മൾ കാണുന്നുണ്ട്. അത് സ്നാനത്തിന്റെ ഒരു മുൻകുറിയ. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുമ്പോൾ വചനം പറഞ്ഞ 2 കൊരിന്ത്യലേഖനം 5-ാമത്തെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതിയതായി തീർന്നിരിക്കുന്നു. അത് നിങ്ങൾ വെള്ളത്താൽ സ്നാനമേറ്റ് കർത്താവായ യേശുക്രിസ്തുവോട് ചേരുമ്പോൾ, ദൈവസഭയോട് ചേരുമ്പോൾ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ അഴുക്ക് മാത്രമല്ല കഴുകിക്കളയുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ അഴുക്ക് മാത്രമല്ല കഴുകിക്കളയുന്നത്, നിങ്ങളുടെ സ്വഭാവത്തെ മുഴുവൻ കഴുകി വെടിപ്പാക്കിയെടുക്കുകയാണ്. നിങ്ങൾ തന്നെ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. നിങ്ങളിൽ തന്നെ ഒരു വലിയ രൂപാന്തരം ഉണ്ടാകുകയാണ്. മാത്രമല്ല നിങ്ങൾ ദൈവകൽപ്പന പ്രമാണിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവകൽപ്പന പ്രമാണിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുക.
രക്തം ചെയ്യാം. അല്ലേലിയ. നിങ്ങൾ അല്ലേലിയ നന്മതിന്മകളെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ, നിങ്ങൾ പാപിയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, പാപം നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ പാപത്തെ നീ തന്നെ ഏറ്റു പറയണം. നിന്റെ പാപം നിന്റെ മാതാപിതാക്കളല്ല ഏറ്റു പറയേണ്ടത്, നിന്റെ പാപം നീ തന്നെ ഏറ്റു പറഞ്ഞ് അല്ലേലിയ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച അല്ലേലിയ നീ ആ പാപത്തിന് പരിഹാരം വരുന്നപ്പോൾ യേശുവിന്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിക്കും, ശുദ്ധീകരണം പ്രാപിക്കും. ഹല്ലേലൂയ. അങ്ങനെ നീ ദൈവത്തിന്റെ മകനായി മകളായി മാറുന്ന അങ്ങനെ ആ വീണ്ടും ജന്മം പ്രാപിക്കുന്ന വ്യക്തിക്ക് ദൈവം വെച്ചിരിക്കുന്നതാണ് ജലസ്നാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് നീ സുബോധത്തിന്റെ ആത്മാവിൽ നീ തന്നെ ചെയ്യണം. ജലസ്നാനം എന്നൊക്കെ പറയുന്നത് ആരും പിടിച്ച് നിർബന്ധിച്ച് ചെയ്യുന്നതല്ല, നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതുമല്ല, പിന്നെയോ ഒരുവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മാനസാന്തരമാണ്. ആ ദൈവകൽപ്പന സ്വീകരിച്ച് ദൈവഭവനത്തിന്റെ അംഗമായി മാറണം. അവനെടുക്കുന്ന തീരുമാനം ദൈവസഭ ചെയ്തു കൊടുക്കുക, രക്തം ചെയ്യാം. ഹല്ലേലൂയ. വ്യക്തിപരമായ തീരുമാനമാണ് അതല്ലേലൂയ. അപ്പൊ ഒരുത്തൻ ക്രിസ്തുവിനായാലും പുതിയ സൃഷ്ടിയാകുന്നു. അല്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതമെല്ലാം മാറി നിങ്ങളൊരു പുതിയ അനുഭവത്തിലേക്ക്, നിങ്ങളൊരു പുതിയ സൃഷ്ടിയിലേക്ക് വരികയാണ്. നിങ്ങൾ വലിയ രൂപാന്തരം സംഭവിക്കുക, വലിയ മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കുക. ഇന്നലകളിലെ നിങ്ങളുടെ സ്വഭാവം മാറി, ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതം മാറി, ഇന്നലകളിലെ നിങ്ങളുടെ പ്രവർത്തികൾ മാറി. ഇന്നലകളിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തോ അതിൽ നിങ്ങൾ വ്യത്യസ്തനായി മാറുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ കൊടുക്കലും വാങ്ങലിലും നിങ്ങളുടെ നിരൂപണത്തിലും നിങ്ങൾ ചെല്ലുന്ന സമൂഹത്തിലെല്ലാം നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറുകയാണ്. ഹല്ലേലൂയ. അത് ഒരുത്തൻ ക്രിസ്തുവിനായാലും പുതിയ സൃഷ്ടിയാകുന്നു. പഴയതൊക്കെ കഴുകിപ്പോയി. പഴയതിനെയൊക്കെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നീ ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ചവനാണ്, ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവനാണ്, ദൈവരാജ്യത്തിന്റെ മകനാണ്, ദൈവരാജ്യത്തിന്റെ മകളാണ്. സ്വർഗീയ പദവി നിനക്ക് കിട്ടി. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ മക്കൾ. അതെ, അതുകൊണ്ട് കർത്താവ് പറയുന്നത് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു എന്ന് പറയുന്നത്. അപ്പം വീണ്ടും ജന്മം എന്ന് പറയുന്ന ആവശ്യമാണ്. മൂന്നാമതായി പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമാണ്. ഹല്ലേലൂയ. 1 വീണ്ടും ജന്മം, 2 വെള്ളത്താനുള്ള സ്നാനം, 3 പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 5-ാം വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. ആമേൻ 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 ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ആമേൻ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ആമേന് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. എന്നാൽ വെള്ളത്താലും ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാൽ ജനിക്കണം. ഹല്ലേലൂയ. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവിനാൽ ജനിക്കുക. യേശു ക്രിസ്തു നിങ്ങൾ വെള്ളത്തിൽ സ്നാനമേൽക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ജലത്തിൽ സ്നാനമേറ്റ് കഴിയുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അവകാശത്തോടെ തരികയാണ്. രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അല്ലേലൂയ നിങ്ങൾക്ക് അവകാശത്തോടെ, ദാഹത്തോടെ അല്ലേലൂയ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാൻ കഴിയും. അത് ദൈവം നിങ്ങൾക്ക് സൗജന്യമായി അയക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് സൗജന്യമായി നിങ്ങൾക്ക് അവകാശമായി തരികയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, നീ അവകാശത്തോടെ ചോദിച്ചു വാങ്ങി പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പിന്നെ നീ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ അനുഭവിച്ചുകൊണ്ട് വേണം ജീവിതം മുന്നോട്ട് നയിക്കുവാൻ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും ചെയ്യരുത്. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യരുത്. നിന്റെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിന് ആരോധന ചോദിച്ചുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അവകാശത്തോടെ, ദാഹത്തോടെ ചോദിച്ചു വാങ്ങണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരും. ഹല്ലേലൂയ. ആത്മാവ് താനും സഭകളോടുകൂടെ സാക്ഷ്യം പറയുന്നു എന്ന് റോമാലേഖനം 8 ഹല്ലേലൂയ സ്തോത്രം 16 വായിച്ച കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടൊരു വലിയ ബന്ധമുണ്ടായിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ദൈവവചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ഇടം കൊടുക്കണം. ഹല്ലേലൂയ. ആമേൻ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരുടെ ആമേൻ സ്തോത്രം, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനല്ലോ.
അപ്പൊ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുക. അപ്പൊ നിങ്ങൾ അവരെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, സാത്താനെ ജയിക്കുക. അല്ലെങ്കിൽ നിങ്ങളിലുള്ളവൻ അവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. യേശു നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഈ ലോകത്തുള്ള സാത്താനേക്കാൾ വലിയവനാ നിന്റെ ഉള്ളിലേക്ക് വരുന്നത്. മുമ്പ് നിന്റെ ഉള്ളിൽ വസിച്ചിരുന്ന ഈ ലോകത്തിന്റെ സാത്താന ശക്തികളാണ്. അവനെ നിന്റെ ഉള്ളിൽ നീക്കിക്കളഞ്ഞ് കർത്താവായ യേശുക്രിസ്തു നീ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ സൃഷ്ടാവായ ദൈവം നിന്റെ ഹൃദയത്തിൽ വസിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ അത് പറയാൻ കാരണമായി തീർന്നത്. അതെ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് ശ്രോതാവി, നീ ഇന്ന് പകൽ ദൈവത്തിലേക്ക് ധരിപ്പിച്ചു കൊടുത്ത് കർത്താവിന് വേണ്ടി ഒന്ന് വിലയിപ്പെട്ട് കൊടുക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ ആത്മാവിൽ അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് എന്റെ സമയം അല്പം അതിക്രമിച്ചു പോയി, അല്ലേലിയ. സമയം കുറച്ച് വൈകിപ്പോയി, അല്ലേലിയ. അതുകൊണ്ട് ചെറിയൊരു സന്ദേശം മാത്രം നിങ്ങൾ പങ്കുവെച്ച് നിർത്തുവാനാണ് ആഗ്രഹിച്ചത്. വായിച്ച വചനമുണ്ട്, അവരെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതെ, ഇന്ന് പകൽ ആരെങ്കിലും കർത്താവായ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാതെ ഈ ലോകപ്രകാരം ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ ഹൃദയം കൊടുത്ത് യേശുവിനെ രക്ഷകനായി പിതാവുമായി സ്വീകരിച്ചുകൊണ്ട് ദൈവ ഭവനത്തിന്റെ അവകാശിയായി ദൈവത്തിന്റെ മക്കളായി നിങ്ങൾ മാറുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ സകല ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും മാറി നിന്റെ ജീവിതത്തിനകത്ത് പുതിയ ഉദ്ധാരണം ദൈവം തരാൻ തുടങ്ങും. അതെ, ഇന്ന് യേശുവിനെ വിട്ടുകൊടുക്കാം. കർത്താവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. എനിക്ക് പുതുതായി ജനിക്കണം. എനിക്ക് വെള്ളത്താനുള്ള ജനനം ആവശ്യമാണ്. പരിശുദ്ധാത്മാവുള്ള ജനനം ആവശ്യമാണ്. ഞാൻ പൂർണ്ണമായി എന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനത്തെ അവളുടെ മകളായി തീരുവാൻ എന്റെ കർത്താവ് അനുവദിക്കണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങൾ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടും നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൾ ചെറിയൊരു വലിയൊരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാദം നിരാനും വൃത്തരവശവരും രാജ്യങ്ങളും ഓട്ടേജ് തടവറയിലായിരിക്കുന്ന പുള്ളൂട്ട് കൊട്ടാരം പേര് പാർക്കുന്ന കേരളത്തിൽ 800 കോടി ജനത്തെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേഖലകൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ നയിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, അമതിവാസികൾ, ട്രൈബൽ നായകൾ ഭരിക്കുന്നവരെ, കർശന വ്യോമസേന, നാവിക അതിർത്തികൾ കാക്കുന്ന ക്രമസമാധാന പാലകരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കാൻ ജുഡീഷ്യൽ വിവിധ വകുപ്പുകളിൽ ഏൽപ്പിക്കുന്നു. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവരെ, അത് യാത്ര ചെയ്യുന്നവരെ, കർത്താവ് വാഹനത്തിൽ അല്ലിയ നിർമ്മാതാക്കളെ, അല്ലെങ്കിൽ കടൽവാസികളെ, സമുദ്രവാസികളെ, അല്ലിയ സമുദ്രത്തിന് ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, മത്സ്യബന്ധനായിരിക്കുന്നവരെ, കർത്താവ് സ്തോത്രം ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും വഴിവരെ കച്ചവടക്കാരെ, കമ്പനികൾ, ഫാക്ടറിയും തനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷനകത്ത്, മെക്കാനിക്കലിനകത്ത്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കർത്താവ് പൊതുമേഖലയിൽ, സഹകരണ മേഖല, ബാഹ്യമേഖല, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖല, അല്ലെങ്കിൽ എല്ലാ മേഖലയുമായി ഭരണപ്രദേശ പാർട്ടികളിൽ മതമേലധ്യക്ഷന്മാർ, സാംസ്കാരിക സംഘടനാ നേതാക്കന്മാർ, പൊതുമേഖലയിലയക്കുന്നവരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടവർ, ശാപത്തിനും പാപത്തിനും രോഗത്തിനും വേദനത്തിനും അകപ്പെട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ ദേശത്തും വിദേശത്തും ഒക്കെ ജോലി കഷ്ടം സഹിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന് വേല സ്നേഹിച്ച് ദേശത്തും വിദേശത്തും ഒക്കെ ജോലി ചെയ്യുന്നവർ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ കർത്താവിന് വേല ചെയ്യുന്ന എല്ലാ ദാസന്മാരോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് സകല ജനത്തെ ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന് ജനികമായ ജീവിതം വിട്ട് മടങ്ങി വന്ന് ദൈവത്തിന്റെ മക്കളായി വീണ്ടും ജന്മം പ്രാപിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.